Hi all, welcome back to new video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് യൂസർ ജനറേറ്റഡ് കോണ്ടന്റ് എന്നാണ്, അല്ലെങ്കിൽ UGC. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവരും ബിസിനസ്സുകാരും ഇപ്പോൾ കൂടുതലും കേൾക്കുന്ന ഒരു വേർഡ് ആയിരിക്കും UGC, അല്ലെങ്കിൽ അവരറിയാതെ പോലും അവരുടെ സോഷ്യൽ മീഡിയ കോണ്ടന്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒന്നാണ് UGC അല്ലെങ്കിൽ യൂസർ ജനറേറ്റഡ് കോണ്ടന്റ്. സോ ഈ ഒരു നെയിം സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കസ്റ്റമർ നമുക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തു തരുന്ന അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നിർമ്മിച്ചു തരുന്ന ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റിനെയാണ് UGC അല്ലെങ്കിൽ യൂസർ ജനറേറ്റഡ് കോണ്ടന്റ് എന്ന് പറയുന്നത്. സോ ഈ UGC കോണ്ടന്റുകൾ പല ടൈപ്പിൽ വരാം. ഫോർ എക്സാമ്പിൾ, ഒരു റിട്ടേൺ ഫീഡ്ബാക്ക് ആയിട്ട് വരാം. അതായത് നമ്മൾ വാട്സപ്പിലേക്ക് നമ്മളെ കസ്റ്റമർ ഒരു റിവ്യൂ റിട്ടേൺ ആയിട്ട് എഴുതി തരിക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഗൂഗിൾ ബിസിനസ്സിൽ നമുക്ക് റിവ്യൂ റൈറ്റ് ചെയ്ത് തരിക. ഇത് ഒരു UGC കോണ്ടന്റ് ആണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു വീഡിയോ ടെസ്റ്റിമോണിയൽ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആവാം. അതും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ യൂസ് ചെയ്തതിന്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ പോസ്റ്റർ അവരുടെ സ്റ്റോറിയിൽ ഇട്ട് നമ്മൾ റീമെൻഷൻ ചെയ്യുന്നതാവാം. സോ ഇതൊക്കെ UGC ടൈപ്പ് ഓഫ് കോണ്ടന്റ്സുകളാണ്. എന്തിന് നമ്മുടെ ബ്രാൻഡിന് UGC കോണ്ടന്റുകൾ ഉപയോഗിക്കണം? സോ നമ്മുടെ ബ്രാൻഡിന്റെ ഓതന്റിസിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് UGC കോണ്ടന്റുകൾ ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മളെ ബിസിനസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ സർവീസിനെ പറ്റിയിട്ടോ നമ്മുടെ ആ ബിസിനസ്സുകാരൻ തന്നെ പറയുന്നതിന്റെ അപ്പുറം അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരു വ്യക്തി അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ആ ബ്രാൻഡിനോട് ട്രസ്റ്റ് കൂടാനും ഓതന്റിസിറ്റി ഇൻക്രീസ് ചെയ്യാനും സാധിക്കും. രണ്ടാമതായിട്ട് കമ്മ്യൂണിറ്റി ലോയാലിറ്റി എന്നുള്ളതാണ്. നമ്മൾ സംസാരിക്കുന്നതിന് പകരം യൂസർ സംസാരിക്കുമ്പോൾ അവിടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിനും ആ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് വഴി നമ്മളുടെ ബ്രാൻഡിന്റെ ലോയാലിറ്റി ഇൻക്രീസ് ചെയ്യാനും സഹായിക്കും. മൂന്നാമതായിട്ട് ക്യാമ്പയിൻ റീച്ച് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പെയ്ഡ് ക്യാമ്പയിൻസുകൾ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ പല എക്സ്പെരിമെന്റ്സും ചെയ്ത് നമുക്ക് റിസൾട്ട് തോന്നിയിട്ടുള്ളതാണ് UGC വീഡിയോസുകൾ. അതായത് നോർമൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇമേജിനേക്കാളും കൂടുതലായിട്ട് UGC കോണ്ടന്റ്സിന് റീച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ സെയിൽസ് കൺവേർഷനും കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഷോപ്പിഫൈയിലേക്കുള്ള ആഡുകൾ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ UGC കോണ്ടന്റ്സിന് നല്ല രീതിയിൽ തന്നെ സെയിൽസ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നാലാമതായിട്ട് കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു കോണ്ടന്റ് യൂസറിനെ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പക്ഷേ അതിന്റെ ക്വാളിറ്റി ഒന്നുകൂടി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തന്നെ UGC കോണ്ടന്റുകൾ ഡെവലപ്പ് ചെയ്യാം. ഈ ഒരു 4 കാര്യങ്ങൾ കൊണ്ട് തന്നെ UGC വീഡിയോസുകൾ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്യണം. സോ വലിയ ബ്രാൻഡുകൾ UGC വീഡിയോസുകൾ യൂസ് ചെയ്യുന്നുണ്ടോ? ആക്ച്വലി യെസ് എന്നുള്ളത് തന്നെയാണ് ആൻസർ. ബിക്കോസ് നമുക്കറിയുന്ന മേജർ ബ്രാൻഡുകളെല്ലാം UGC കോണ്ടന്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ആപ്പിളിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ മോസ്റ്റ് ഓഫ് ദി പോസ്റ്റുകളും UGC കോണ്ടന്റുകളാണ്. മേ ബി ഐഫോൺ യൂസേഴ്സ് എടുക്കുന്ന ഫോട്ടോസുകളാവാം, വീഡിയോസുകളാവാം, അല്ലെങ്കിൽ മേ ബി അതിനെ കണക്ട് ചെയ്തിട്ടുള്ള അവരുടെ ഐഫോൺ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസുകളാവാം. അങ്ങനെ കൂടുതലും ഉപയോഗിക്കുന്നത് UGC കോണ്ടന്റുകളാണ്. ആപ്പിൾ എന്നൊരു ബ്രാൻഡ് മാത്രമല്ല, മെജോറിറ്റി എല്ലാ ബ്രാൻഡുകളും UGC കോണ്ടന്റിനെ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ കൺസ്യൂമേഴ്സിൽ 85% ഓഫ് കൺസ്യൂമേഴ്സും സോഷ്യൽ മീഡിയയിൽ കൂടുതലും ഇന്ററാക്ട് ചെയ്യുന്നത് UGC ടൈപ്പ് ഓഫ് കോണ്ടന്റ്സിലേക്കാണ്. സോ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ UGC നിർബന്ധമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യണം. സോ എങ്ങനെ UGC നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യാം, അതിന്റെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തായിട്ട് കാണാം.